അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേണമെങ്കിൽ ആദം നബിയെ അള്ളാഹുവിന് സ്വർഗത്തിൽ തന്നെ ശാശ്വതമായി താമസിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്? അള്ളാഹുവിനെ ധിക്കരിച്ച ആദം നബിക്ക് സുജൂദ് ചെയ്യാത്ത നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പിഴപ്പിച്ചു കളയുമെന്ന് അള്ളാഹുവിനോട് വെല്ലുവിളിച്ച അതേ ഇബ്ലീസിനെയും ഇതേ ദുനിയാവിലേക്ക് എന്തിനാണ് പറഞ്ഞയച്ചത്? അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി അള്ളാഹു അയച്ച മനുഷ്യന് താമസിക്കേണ്ട ഈ ദുനിയാവിനെ മനുഷ്യന് വല്ലാതെ ആകർഷിച്ചു പോകുന്ന രൂപത്തിൽ എന്തിനാണ് ഇത്രയും സുന്ദരമാക്കി സൃഷ്ടിച്ചത്? ആലോചിക്കണ്ടേ? അള്ളാഹു ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് മലക്കളോട് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ പ്രതിനിധിയെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഭൂമിയിലേക്ക് ആദം നബിയെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഇബ്ലീസിനെ പടക്കുന്നതിൻ്റെ മുമ്പ്, മലക്കുകളെയും മറ്റെല്ലാ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിൻ്റെയും മുമ്പ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ദാത്തിൽ ഖദീമായി നിലനിൽക്കുന്ന അവൻ്റെ കലാം, ആ കലാമിൽ കൃത്യമായിട്ട് ഇബ്ലീസ് സുജൂദ് ചെയ്യില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. ഖാല അഅസ്ജുദ ലിമൻ ഖലഖത തീന, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? ഇങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇബ്ലീസിനെയും ആദം നബിയെയും എല്ലാവരെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പേ അങ്ങനെ തന്നെയുണ്ട്. ഇബ്ലീസ് എങ്ങാനും സുജൂദ് ചെയ്തിരുന്നെങ്കിൽ ഖുർആൻ തന്നെ തിരുത്തേണ്ടി വരുമായിരുന്നു, അള്ളാഹുവിൻ്റെ കലാമിൽ തന്നെ തിരുത്തൽ വരുമായിരുന്നു. അതൊരിക്കലും സാധ്യമല്ല, അത് മുഹാലാണ്, അസംഭവ്യമാണ്. അപ്പോൾ പിന്നെ നല്ലതെന്താ? ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കൽ തന്നെ. ഇബ്ലീസിനെ ന്യായീകരിക്കുകയല്ല. ഇബ്ലീസ് ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ്, അതിൽ ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ സംബന്ധിച്ചിട്ടാണ്. സുറാത്തുൽ മുസ്തഖീമിനെ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ഒന്ന് അതിൻ്റെ ഉപരിതലങ്ങളിലൂടെയെങ്കിലും നമ്മളൊന്ന് സഞ്ചരിക്കണം. അതിനു വേണ്ടി പറയുകയാണ് ഈ വിഷയങ്ങളൊക്കെ. അതായത് ആദം നബി അലൈഹിസ്സലാമിനെ ദുനിയാവിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദം നബിയുടെ മുതുകിൽ നിന്ന് വരാനിരിക്കുന്ന എല്ലാ അർവാഹകളോടും, നമ്മുടെയൊക്കെ ആത്മാവിനോട് അള്ളാഹു ഉപരിലോകത്ത് വെച്ച്, അല്ലെങ്കിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഒരു ഉടമ്പടി അള്ളാഹു ചെയ്തു. അതിൻ്റെയൊക്കെ ആകെ തുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മറക്കാതിരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അവനെ അറിയുക എന്നുള്ളതാണ്. അങ്ങനെ ദുനിയാവിലേക്ക് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി നമ്മളെ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച, നമ്മളെയൊക്കെ പിഴപ്പിച്ച് കളയുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ, വെല്ലുവിളിച്ച ആ ഇബ്ലീസിനെ മറ്റൊരു ലോകത്തേക്ക് അയച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വഴിവെച്ചു പോകുമായിരുന്നോ? ഇത്രയും വിഭിന്നങ്ങളായ സമൂഹങ്ങൾ, സമുദായങ്ങൾ, മതങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉടലെടുക്കുമായിരുന്നോ? എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഹിക്മത്തുകളുണ്ട്. അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മളെ ശാശ്വതമായി താമസിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ അറിയില്ലായിരുന്നു. കാരണം സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ജമാലിയത്തിൻ്റെ മൽഹറാണ്. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൗന്ദര്യം. അള്ളാഹുവിൻ്റെ സൗന്ദര്യവും അനുഗ്രഹങ്ങളും ഔദാര്യമായി വർഷിക്കുന്ന ഒരു മേഖലയാണ് സ്വർഗം എന്ന് പറയുന്നത്. നരകത്തിലിട്ടാലോ, നരകം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ മൽഹറാണ്. ജലാലിയത്തിൻ്റെ മൽഹർ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, ഗൗരവം, അവൻ്റെ ദേഷ്യം, അതൊക്കെയാണ് നരകത്തിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും പല സ്വഭാവങ്ങളുണ്ടാവും അല്ലേ? നല്ല സ്വഭാവം, ചീത്ത സ്വഭാവം, പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പം നമ്മളെ അകന്ന ബന്ധുക്കൾക്കും അകന്ന സ്നേഹിതന്മാർക്കുമൊക്കെ നമ്മളെപ്പറ്റി അറിയാവുന്ന നമ്മുടെ ചില സ്വഭാവങ്ങളുണ്ടാവും. അതേപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കിയ നമ്മുടെ ഭാര്യമാരുണ്ടാവും. എന്നാൽ ഇവർക്കാർക്കും മനസ്സിലാകാത്ത ഒരു സ്വഭാവം നമുക്കുണ്ടാവും. ആരോടും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത, ആർക്കും അറിയിച്ചു കൊടുക്കാൻ നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങളുണ്ടാവും അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അപ്പോൾ നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു, നമ്മുടെ നല്ല ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന നല്ല നല്ല അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വെക്കുക. അയാൾ എത്ര കാലം നമ്മൾ സ്നേഹിക്കും? നമ്മിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നെഗറ്റീവ് നമ്മളിലുള്ളത് അയാൾ അറിയുമ്പോൾ അന്നത്തോടുകൂടി ആ സ്നേഹം അവിടെ വെച്ച് മുറിയും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന എല്ലാ സ്വഭാവങ്ങളെയും നമ്മളറിയാവുന്നത് പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മളെ അറിഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ എന്താണോ അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ സ്നേഹിക്കുമ്പോൾ അതാണ് യഥാർത്ഥമായ സ്നേഹം അല്ലേ?
അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ജമാലിയത്തിൻ്റെ മൽഹറിൽ നിന്നാൽ ജമാലിയത്തിനെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നരകത്തിലാണെങ്കിൽ ജലാലിയത്തിൻ്റെ മൽഹർ, അവിടെ ജലാലിയത്ത് മാത്രമേ തിരിയൂ. അപ്പോൾ ഇത് രണ്ടും തിരിയണമെങ്കിൽ മൂന്നാമത്തെ ഒരു സ്ഥലം വേണം. അതാണ് ദുനിയാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ജലാലിയത്തിനെയും ജമാലിയത്തിനെയും കൂടി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ വേണ്ടി, ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ പറഞ്ഞയക്കുന്നത്. അഹദീയത്തിൽ നിന്നുറവായൊലിത്തെ അൻഫാൽ ജലാലും ജമാലുൽഭവിത്തെ. അള്ളാഹുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ജലാലിയത്തും ജമാലിയത്തും. നമ്മൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഖൈറും ഷറും എന്ന് പറയും. ഖൈറും ഷറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കണം, അല്ലേ? നമ്മൾ അതിൻ്റെ ഇടയിൽ പല സ്ഥലത്തും ഇപ്പോൾ ഇബിലീസിൻ്റെ റോൾ എന്താ? ഖൈറും ഷറും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ ഇബിലീസ് എന്ത് ചെയ്യുന്നു? ഇബിലീസിൽ നിന്നാണോ ഷർറ് വരുന്നത്? അപ്പോൾ മിക്ക ആൾക്കാരും പറയും ഷർറായ കാര്യങ്ങൾ ഇബിലീസിൽ നിന്ന് വരുന്നു എന്ന്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ലല്ലോ. പിന്നെ ഇബിലീസിൻ്റെ റോൾ എന്താണ്? ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ആ വിഷയവും കൂടി ഉൾപ്പെടുത്താം. ഇപ്പോൾ വിഷയം അതല്ല, അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ജലാലിയത്തിനെയും ജമാലിയത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് നൽകിയിട്ടുണ്ടോ? അള്ളാഹുവിനെ മാത്രം ഓർക്കുക. നമ്മൾ ആ ആലമുൽ അർവാഹിൽ വെച്ച് ചെയ്ത കരാറ് അതിനെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടന്ന കാലം, ആ കാലത്ത് നമുക്ക് നൽകിയ സംരക്ഷണങ്ങൾ, ഇതിനെല്ലാം അള്ളാഹു മറപ്പിച്ചിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോഴോ അള്ളാഹുവിനെ ഏതായാലും നമ്മൾ മറന്നു. എന്നാൽ വീണ്ടും അള്ളാഹുവിലേക്ക് നമ്മളെ കൽബ് തിരിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ഒരു കൽബ് നമുക്ക് വേണം. എന്നാൽ ആ കൽബിലേക്ക് നമ്മൾ എത്തിയതുമില്ല. നമ്മൾ എത്തിപ്പെട്ടതാണെങ്കിലോ ഈ ദുനിയാവിൻ്റെ സൗന്ദര്യം, അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച സംവിധാനിച്ച അപാരമായ സൗന്ദര്യം, ആ സൗന്ദര്യത്തെ വല്ലാതെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു നഫ്സുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ആ നഫ്സിനാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചല്ല ചിന്തയുള്ളത്. അവൻ്റെ ചുറ്റുപാടിൽ കാണുന്ന സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും, അതിലേക്കാണ് ഇവൻ്റെ ചിന്ത മൊത്തവും. ഈ നഫ്സിൻ്റെ ചായ്വ് മൊത്തവും ഇതിലേക്കാണ്. ഇങ്ങനെ ഒരു നഫ്സ് നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആഗ്രഹിക്കുന്ന ഉന്നതമായ ആത്മാവായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് വളർന്നു വരുന്നതെങ്കിൽ, ആരെങ്കിലും അള്ളാഹു അല്ലാത്ത വല്ലതിലേക്കും തിരിയുമായിരുന്നോ? ഷിർക്കിൻ്റെ എന്തെങ്കിലും ലാഞ്ചന പോലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നോ? അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതാണ് ഷിർക്ക്. പിന്നെയും എന്താണ് ഇങ്ങനെ നഫ്സിനെ നമുക്ക് തന്നത്? നോക്ക്, നമ്മളിപ്പോൾ ഒരാളെ, ഇപ്പം നമ്മളെ ഭാര്യയോട് നമ്മൾ പറയാണ്, എടി ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഭാര്യ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വേറെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ലേ? ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് നമ്മൾ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഇല്ല, ഒരു പെണ്ണിനോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല, ഒരു പെണ്ണിനെ നോക്കാൻ പോലും തോന്നിയിട്ടില്ല. എങ്കിൽ നമ്മൾ ആ സ്നേഹം അത് ശരിയുള്ള സ്നേഹമാണോ? കാരണം നമുക്ക് വേറൊരു പെണ്ണിനോട് താല്പര്യമില്ല. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, മറ്റൊന്നിനോട് ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റേ വരുന്നില്ല. വെറുപ്പ്, കണ്ടാലേ വെറുപ്പാവുന്നു ബാക്കിയുള്ളതൊക്കെ കണ്ടാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഭാര്യനെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? നിനക്ക് മറ്റൊന്നിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ വന്നിട്ടും നീ ആ താല്പര്യങ്ങളോട് പടപൊരുതി, നീ ആ താല്പര്യങ്ങളെ വകവെക്കാതെ അതിനെല്ലാം ഉപേക്ഷിച്ച് നിന്റെ ഭാര്യയിലേക്ക് തിരിയുമ്പോൾ അവിടെയാണ് നിന്റെ സ്നേഹം. അപ്പോൾ നഫ്സ് എന്ന് പറയുന്ന സാധനം ദുനിയാവിലേക്ക്, ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും എടുത്ത് ചാടുന്ന ഒരു സാധനമാണ് നഫ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ നഫ്സിനെ നമുക്ക് എന്തിനാ തന്നത്? ഈ നഫ്സിനെ തന്നത് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള ഈ സൗന്ദര്യത്തിലേക്ക് ഇത് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകർഷിക്കുന്ന ആ നഫ്സിൽ നിന്നും അതിനോട് ജിഹാദ് ചെയ്യണം. അതാണ് ബദരീങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ചെയ്തത് ചെറിയ യുദ്ധമാണ്, വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ഈ നഫ്സ് ദുനിയാവിനെ ആകർഷിക്കണം, ആ ദുനിയാവിനെ ആഗ്രഹിക്കണം, ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക് അത് വല്ലാണ്ട് ചാടണം. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്യണം? വേണ്ടടാ നിനക്ക് ദുനിയാവ് എന്ന് പറഞ്ഞ് അതിനെ, ആ നഫ്സിനോട് കഠിനമായി പ്രയത്നിച്ച് ജിഹാദ് ചെയ്ത് ആ നഫ്സിനെ അള്ളാഹുവിലേക്ക് തിരിക്കണം. മനസ്സിലാവുന്നുണ്ടാ? അപ്പോഴാണ് ആ സ്നേഹത്തിന് വാല്യൂ ഉണ്ടാവുക. മറ്റുള്ളതിലേക്കൊക്കെ ആകർഷിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അതിനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ത്യാഗം ചെയ്യുമ്പോൾ, സ്വന്തം നഫ്സിനെ അള്ളാഹുവിന് വേണ്ടി മാത്രമായി സമർപ്പിക്കുമ്പോൾ, അല്ലേ,
നമ്മളെ സ്നേഹം മറ്റുള്ളതിലേക്കൊക്കെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഭാര്യയിലേക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ അപ്പോഴാണല്ലോ നമ്മുടെ സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം സത്യമാവുന്നത്. വേറെ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്തവൻ്റെ സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നെങ്കിലും ഇവൻ്റെ ഒരു താല്പര്യം വന്നു പോയാൽ, ഇവൻ്റെ ഈ മാനസിക പ്രശ്നം ശരിയായി ബാക്കിയുള്ളതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം വന്നു എന്ന് വെക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാര്യയെ മിക്കവാറും ചതിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ മറ്റുള്ളതിനോടൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഇവൻ്റെ ഹൃദയത്തിൽ പെരുത്ത് വരികയും ആ വരുന്ന ആഗ്രഹങ്ങളോട് ഇവൻ യുദ്ധം ചെയ്യുകയും, മനസ്സിലായ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ല മൊബൈൽ വേണം നമ്മൾ ഓട്ടോമാറ്റിക് ആഗ്രഹിച്ചു പോകില്ലേ? മറ്റുള്ളവരുടെ കയ്യിൽ വലിയ വലിയ മൊബൈലൊക്കെ കാണുമ്പോൾ എന്നാൽ എനിക്കും ഇങ്ങനത്തെ മൊബൈൽ വേണം. ആരാണ് ഈ ആഗ്രഹിപ്പിക്കുന്നത്? അത് തന്നെയാണ് നഫ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ ഇപ്പോൾ നല്ല വീട് കാണുമ്പോൾ, നമ്മൾ വീട് വെക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ വീടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിനേക്കാളും നല്ല വീട് എനിക്ക് വേണം എന്ന് ആഗ്രഹിപ്പിക്കുന്നത് ആരാണ്? ഇതേ സാധനം തന്നെയാണ്, നഫ്സാണ്. ഈ നഫ്സ് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കും. ഈ പറയുന്ന നഫ്സിനോട് എതിര് പ്രവർത്തിച്ച് ഈ നഫ്സ് എന്തിനെയൊക്കെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാവുക, സത്യസന്ധമായ സ്നേഹമാവുക, നിഷ്കളങ്കമായ സ്നേഹമാവുക. അള്ളാഹുവിന് വേണ്ടത് ആ സ്നേഹമാണ്. കടവുൾ മഹബത്ത് ബിലാ ഇല്ലത്തി, ഒരു കാരണവുമില്ലാത്ത ഒരു സ്നേഹം അള്ളാഹുവിനോട്. ഈ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നഫ്സിൻ്റെ ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ ശക്തമായ ജിഹാദ് ആ നഫ്സിനോട് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ നഫ്സ് അള്ളാഹുവിലേക്ക് സത്യസന്ധമായി മുന്നിടൂ. അല്ലാത്ത കാലത്തോളം നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് നമുക്ക് തോന്നൂല. അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കും, മാറ്റിവെക്കും. സയൻറ്റിഫിക്കായിട്ട് നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ, നോമ്പ് നോറ്റാലുള്ള ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ, ഒളു ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങൾ, നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, സുജൂദ് ചെയ്താൽ തലച്ചോറിലേക്കുള്ള ബ്ലഡ് പമ്പിങ്, ബ്ലഡ് സർക്കുലേഷൻ വളരെ വേഗത്തിൽ നടക്കും, നല്ല സ്മൂത്തായിട്ട് നടക്കും. ഇതറിയുമ്പോൾ, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായി നല്ലോണം കുനിഞ്ഞ് സുജൂദ് ചെയ്യും. ഇവൻ്റെ ഉദ്ദേശം എന്തായി പോകും? സുജൂദിനോടൊപ്പം തലയിലേക്കുള്ള ആ സർക്കുലേഷനും കൂടി ഒന്ന് ഉഷാറായിട്ട് നടക്കട്ടെ എന്നുള്ളൊരു ചിന്ത വന്നു പോകും. രണ്ട് ഉദ്ദേശത്തോടു കൂടി സുജൂദ് ചെയ്താൽ സുജൂദിൻ്റെ ഫലം കിട്ടുമോ? സയൻറ്റിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഇവൻ്റെ മൈൻഡിനെ അള്ളാഹുവിൽ നിന്ന് സയൻസിലേക്ക് എന്ത് ചെയ്യുന്നു? ഡൈവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കരയലും അതും ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇഖ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന യഥാർത്ഥമായ ഇഖ്ലാസിലേക്ക് ഇവൻ എത്തിപ്പെടില്ല. ഇവൻ വേറെന്തോ ഒരു ലോകത്ത്, ഒരു ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് ഇവനെ കൊണ്ടുപോയി നിർത്തും. ആ ആസ്വാദനത്തിലൂടെ ഇവൻ സന്തോഷിക്കുകയോ കരയുകയോ ചെയ്യും. കരയുക എന്നുള്ളതാണോ നിസ്കാരത്തിൻ്റെ ലക്ഷ്യം? അല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഇപ്പോഴൊക്കെ നോക്കിയാൽ കാണാം, മെൻ്റലിസം, സൈക്കോളജി, NLP എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് പ്രബോധനം നടത്തുകയാണ്. ഇസ്ലാമിലുള്ളതിൻ്റെ അത്രയും ഒരു സൈക്കോളജിക്കോ ഒരു NLPക്കോ ഒരു മെൻ്റലിസത്തിനോ ഒന്നിനും യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കിക്കോ. ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും കഴിയാതെ വരുമ്പോൾ, ഇസ്ലാമിൻ്റെ ഗുണങ്ങളും ക്വാളിറ്റിയും തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് മറ്റു ടൂളുകളിലേക്ക് നമുക്ക് കടക്കേണ്ടി വരുന്നത്. ഇസ്ലാമിനേക്കാളും വലിയ യാതൊന്നുമില്ല. ഇസ്ലാമിൻ്റെ പഠനം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ഇസ്ലാം കാര്യങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തെ സ്ഫുടം ചെയ്യുന്നതാണ്. ഈമാൻ കാര്യങ്ങൾ മനസ്സിനെ സ്ഫുടം ചെയ്യുന്നതാ. ഇഹ്സാൻ ആത്മാവിനെ സ്ഫുടം ചെയ്യുന്നതാണ്. പിന്നെ എന്താണ് ആവശ്യം? ഈ സ്ഫുടം ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോരുത്തർ ഈ പറയുന്ന NLPയുടെയും അതേപോലെ കൗൺസിലിങ്ങിൻ്റെയും സൈക്കോളജിയുടെയും ഇതിൻ്റെയൊക്കെ പിറകെ പോയിട്ട് അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഇസ്ലാം കാണിച്ചു തന്ന ഒരു രീതിയുണ്ട്, അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് പോകലുണ്ടല്ലോ, അത് അപകടം ചെയ്യും. എത്ര ആൾക്കാർ എനിക്കറിയാം, പലരും പല മെഡിറ്റേഷനും ചെയ്യുന്നു. ഇസ്ലാമിനേക്കാളും വലിയ മെഡിറ്റേഷൻ എന്താ ഉള്ളത്? ഇസ്ലാമിൻ്റെ മെഡിറ്റേഷനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷനും ഒരാളും ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഇഹ്സാൻ എന്ന് പറയുന്ന ആ ഒരു ശാഖയുണ്ട്, അതിൽ നിന്ന് അടർന്നു വീണ ചെറിയ ചെറിയ കണികകൾ മാത്രമാണ് ലോകത്ത് കാണുന്ന മറ്ററിവുകളൊക്കെ.
എല്ലാ അറിവുകളും നിങ്ങൾ എത്ര ആയിരക്കണക്കിന് കൊല്ലം തപസ്സിരുന്ന് കിട്ടിയ ഒരു അറിവാണെന്ന് പറഞ്ഞാലും ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ഇഹ്സാൻ എന്ന സാഗരത്തിൽ നിന്നും തെറിച്ച് വീണ ചെറിയ കണികകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാവുന്നുണ്ടാ? അപ്പോൾ ഈ ഇഹ്സാനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിയുക. അവിടെയാണ് അള്ളാഹുവിൻ്റെ ജലാലിയത്തിനെയും ജമാലിയത്തിനെയും എല്ലാം അവൻ ഉൾക്കൊള്ളുകയും അതിലൂടെയെല്ലാം അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുക. എല്ലാത്തിലേക്കും ആഗ്രഹിക്കുന്ന നഫ്സിനെ തന്നതെന്തിനാണ്? അതിനോട് ജിഹാദ് ചെയ്യാനാണ്. ഇവിടെ ഇബ്ലീസിനെയും ആദം നബിയോടൊപ്പം ഇബ്ലീസിനെയും കൂടി ഇങ്ങോട്ട് വിട്ടതെന്തിനാണ്? ഇപ്പം നമ്മളെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ കുറിച്ച് മറ്റു പലരും പല മോശത്തരവും പറയുകയാണ്. ആ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ പലതും പറയുന്നു. അതിൻ്റെ നെഗറ്റീവും അതും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ, ആ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരാൾ ഉണ്ടാവുമ്പോൾ അയാളുടെ വാക്കുകളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രണ്ടിനോടുള്ള ആ സ്നേഹം നിലനിർത്തുമ്പോഴാണല്ലോ ആ സ്നേഹത്തിന് കുറച്ചുകൂടി ഒരു പവർ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇബ്ലീസ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഇല്ലേ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പം മനുഷ്യന്മാരിലും ജിന്നുകളിലും ശൈത്താന്മാരിലും ഒക്കെ പെട്ട ആൾക്കാർ നമ്മളെ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുണ്ടാവും. ആ വഴിയിൽ നിന്ന് പിന്തിരിയാതെ അതിൽ ഉറച്ചു നിന്ന് അതിലൂടെ സഞ്ചരിച്ചു പോയാൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് വെറും ലാഹിർ മാത്രമല്ല കേട്ടാ. ലാഹിരിയായ സിറാത്തുൽ മുസ്തഖീം ഉണ്ട് ഇവിടെ, ബാത്തിനിയായ സിറാത്തുൽ മുസ്തഖീമും ഉണ്ട് ഇവിടെ. ഈ രണ്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെയും കൂടി സഞ്ചരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മിന്നൽ വേഗത്തിലൊക്കെ കടന്നു പോവുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് കടക്കൽ റിസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറം കൊണ്ട് മാത്രം ഇവിടെയുള്ള സിറാത്തുൽ മുസ്തഖീം കടന്നാൽ അതുകൊണ്ടും അവിടെ പെട്ടെന്ന് കടക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് ആന്തരികമായി രൂപത്തിൽ മാത്രം കടന്നാലും ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? അപ്പോൾ ലാഹിറും ബാത്തിനുമായ സിറാത്തുൽ മുസ്തഖീം, അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.